പ്രധാനമന്ത്രി ഷെയ്ഖ് ജാബർ അൽ മുബാറക് അൽ സുബാഹിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ചേർന്ന ക്യാബിനറ്റ് യോഗമാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത്. കഴിഞ്ഞ ഞായറാഴ്ച ആഭ്യന്തരമന്ത്രിയും വിവിധ വകുപ്പ് മേധാവികളും തമ്മിൽ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷ സംബന്ധിച്ച ചർച്ച നടന്നിരുന്നു. രാജ്യത്ത് നിന്ന് ആയുധങ്ങൾ കണ്ടെടുക്കുന്നതും കൊള്ളയും കൊലപാതകവും മറ്റും വർദ്ധിക്കുന്നതും ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന വിലയിരുത്തലുണ്ടായ യോഗത്തിൽ ആയുധവേട്ട നടത്താൻ പോലീസ് സേനയ്ക്ക് കൂടുതൽ അധികാരം നൽകണമെന്ന ആവശ്യമായിരുന്നു സുരക്ഷാ വിഭാഗം മുന്നോട്ട് വെച്ചത്. അനധികൃത ആയുധശേഖരവും അതുമായി ബന്ധപ്പെട്ട ക്രമസമാധാന പ്രശ്നങ്ങളും ഇല്ലായ്മ ചെയ്യുന്നതിന്റെ ഭാഗമായാണ് മന്ത്രിസഭ ആയുധ നിയമ ഭേദഗതിക്ക് അംഗീകാരം നൽകിയതെന്ന് ക്യാബിനറ്റ് കാര്യമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് അബ്ദുള്ള അൽ മുബാറക് അൽ സുബാഹ് അറിയിച്ചു. ആയുധങ്ങൾ കണ്ടെടുക്കുന്നതിന്റെ ഭാഗമായി സ്വകാര്യ വാഹനങ്ങൾ, വീടുകൾ, സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ പരിശോധന നടത്താൻ പബ്ലിക് പ്രോസിക്യൂഷനിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങണമെന്ന നിലവിലെ നിയമത്തിൽ ഇളവ് വരുത്തി. സംശയമുള്ളിടങ്ങളിൽ പരിശോധന നടത്താൻ പോലീസ് മേധാവികൾക്ക് അധികാരം നൽകുന്നതാണ് ആഭ്യന്തരമന്ത്രി അവതരിപ്പിച്ച ബില്ലിലെ പ്രധാന വ്യവസ്ഥ. അനധികൃത താമസക്കാർക്കു വേണ്ടിയുള്ള പരിശോധനകൾ സജീവമാക്കുക, വിദേശി താമസ മേഖലകളിൽ പ്രത്യേക പോലീസ് ചെക്ക് പോയിന്റുകൾ സ്ഥാപിക്കുക തുടങ്ങിയ തീരുമാനങ്ങളും ഉൾപ്പെടുന്നതാണ് പുതിയ ബിൽ. ക്യാബിനറ്റ് അംഗീകരിച്ച ബില്ല് അമീറിന്റെ അന്തിമാനുമതി ലഭിക്കുന്നതോടെ നിയമമായി മാറും. മീഡിയ 1, കുവൈറ്റ് സിറ്റി.